ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ ഫസ്റ്റായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഈദ് വ്ളോഗും അതുപോലെ തന്നെ ഇതിൻ്റെ തലേദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൻ്റെ തലേ ദിവസം ഷൂട്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ ദിവസത്തെ എല്ലാം കൂടെ ആയിട്ടാണ് ഇത്രയും അധികം ഡ്രസ്സ്. ക്ലാസ്സിലെ ദിവസമാണെങ്കിൽ ഡ്രസ്സ് വാഷ് ആക്കാനൊന്നും ടൈം ഉണ്ടാവലില്ല. ടൈം ഉണ്ടാകുമ്പോൾ അതെറ്റ് ചെയ്യൂല, അങ്ങനെയാണ് ഉണ്ടാവല്. അങ്ങനെ പിന്നെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് അല്ല് വിരിച്ചിട്ടു. പെരുന്നാളായതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഇടണം. പെരുന്നാൾക്ക് പിന്നെ മൈലാഞ്ചി ഇടൽ നമുക്ക് മസ്റ്റായ കാര്യമാണല്ലോ. നമ്മളിവിടേക്കും പോയിട്ടില്ലെങ്കിലും നമ്മൾ മൈലാഞ്ചി ഇടൽ നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ പിന്നെ ഫ്രഷായി വന്നതിന് ശേഷം മൈലാഞ്ചി ഇടണേ. പെരുന്നാളിൻ്റെ തലേ ദിവസം അറഫ നോമ്പുള്ള ദിവസമാണല്ലോ. അപ്പോൾ ആ ദിവസം നോമ്പെടുത്തിരുന്നു. അത് പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കിയിരുന്നു. ക്യാരറ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കണേ. പിന്നെ അതൊരു ട്രയലോട്ട് ഒഴിച്ച് വെച്ചു. പിന്നെ ഫ്രിഡ്ജിലോട്ട് കുറച്ച് നേരം സെറ്റ് ചെയ്യാനും വേണ്ടി വെച്ചിട്ട് സെറ്റ് ആയതിനു ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബാക്കി വന്ന ക്യാരറ്റ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഞാൻ ഇട്ട് കൊടുത്ത ക്യാരറ്റ് മുക്കാൽ ഭാഗം അതിൻ്റെ അടിയിലോട്ട് ഇറങ്ങി പോവുക ചെയ്തു കേട്ടോ. ഒന്നും മുകളിൽ നിന്നില്ല. അങ്ങനെ പിന്നെ അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി 6:30 ആയപ്പോൾ ഞാൻ പിന്നെ മിറ്റടിച്ച് കയറാനും വേണ്ടിയിട്ട് പുറത്തിറങ്ങിയാണ്. മിറ്റടിച്ച് കയറുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂട്ടിയിൽ പെട്ടൊരു കാര്യമാണ് കേട്ടോ. മുറ്റടിച്ച് വാരി കഴിഞ്ഞ് വന്നതിന് ശേഷം നോക്കിയപ്പോൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രഷായി എല്ലാവരും വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് മന്തിയും ചിക്കൻ പൊരിച്ചതായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലൊന്ന് പോകാനും വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു. ഉമ്മാൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ വൈകുന്നേരമായിട്ട് ഒരു 4 മണിയൊക്കെ ആയി. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ.